പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ഇന്ന് ഫെബ്രുവരി മാസം 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് അവികസിതമായിരുന്ന ഭാരതത്തിൽ ഒരു സംവിധാനവും ഗവേഷണത്തിനായിട്ട് ഉണ്ടാകാതിരുന്ന കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കേവലം 185 രൂപയുടെ ഒരു ഉപകരണം ഉപയോഗിച്ച് ഡോക്ടർ കൃഷ്ണനും ഡോക്ടർ CV രാമനും ചേർന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു ശാസ്ത്ര കണ്ടുപിടുത്തം CV രാമൻ ഇഫക്റ്റ് അത് നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ CV രാമന് നോബൽ സമ്മാനം ലഭിക്കുകയുമുണ്ടായി. ആ CV രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ച ദിവസമാണ് ഭാരതത്തിൽ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കാറുള്ളത്, ആഘോഷിക്കാറുള്ളത്, നമ്മൾ ഓർമ്മിക്കാറുള്ളത്. ഒരു വ്യക്തിക്ക് നോബൽ സമ്മാനം കിട്ടിയത് ആ കാലഘട്ടത്തിൽ ഭാരതത്തിന് തല ഉയർത്തി നിൽക്കാനും ആത്മാഭിമാനത്തോടു കൂടി ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങളും താഴ്ന്നവരല്ല എന്ന് ബോധ്യപ്പെടുത്താനും ഒരു അവസരം ഒരുക്കുകയാണ് ചെയ്തത്. ലോകത്തിലെ വിവിധ വികസിത രാഷ്ട്രങ്ങളിൽ ധാരാളം വ്യക്തികൾക്ക് നോബൽ സമ്മാനം കിട്ടാറുണ്ട്. അതിൽ നിന്ന് തികച്ചും ഭിന്നമായിട്ടൊരു നോബൽ സമ്മാനമായിരുന്നു സത്യത്തിലും ധർമ്മത്തിലും ഭാരതീയ പൈതൃകത്തിലും നമ്മുടെ ആത്മീയ ചൈതന്യത്തിലും അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്ന ഡോക്ടർ CV രാമന് നോബൽ സമ്മാനം കിട്ടിയത്. അനവധി പ്രൊഫസർമാർ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടർ CV രാമനെ അവിടെ ഗവേഷണം നടത്താനായിട്ട് ക്ഷണിക്കുകയുണ്ടായി. അന്ന് അവരോട് ഡോക്ടർ CV രാമൻ പറഞ്ഞത്, ഫിസിക്സ് പഠിക്കണം, ഗവേഷണം നടത്തണമെങ്കിൽ നിങ്ങൾ ഭാരതത്തിലേക്ക് വരിക, ഞാൻ അവിടെ വരേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. ആ വാക്കിൽ അമിത ആവേശമുണ്ടായിരുന്നെങ്കിലും അമിതമായ ആത്മാഭിമാനമുണ്ടായിരുന്നെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ നന്മയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയാണ് ആ വരിയിൽ ധ്വനിക്കുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികളോട് അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ 1 രൂപയുടേതാണെങ്കിൽ put 1 million rupees worth hard work in that. 1 രൂപയുടെ ഉപകരണത്തിൽ 10 ലക്ഷം രൂപയുടെ കഠിന പ്രയത്നം ചേർത്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷുകാരുടെ ഉപകരണത്തോട് തുല്യമായിട്ടുള്ള ഒരു ഉപകരണം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കും. 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% പെർസ്പിറേഷൻ. ഉജ്ജ്വലമായ മനഃശക്തി 1% ബാക്കി 99% വിയർപ്പും ഉണ്ടെങ്കിൽ ഏത് നേട്ടവും നേടാൻ സാധിക്കുമെന്ന് ഡോക്ടർ CV രാമൻ പറഞ്ഞു. ആകാശത്തിന് ചുവടെ സൂര്യൻ്റെ താഴെ നമുക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനത്തിലേക്ക് ഭാരതീയർ ഉയരണമെന്നും ഭാരതീയരുടെ ബുദ്ധിശക്തി ലോകത്തിലെ ഏത് ജൂതന്മാരുടെയും ഏത് നോർഡിക്കുകളുടെയും ഏത് ഇംഗ്ലീഷുകാരുടെയും ഏത് ജർമ്മൻകാരുടെയും തുല്യമാണെന്നും അതുകൊണ്ട് ഭാരതത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇച്ഛാശക്തിയാണെന്നും അതുകൂടി ഉണ്ടെങ്കിൽ ഭാരതത്തിന് ലോകത്തിലെ ഒരു രാഷ്ട്രങ്ങൾക്കും തകർക്കാൻ പറ്റാത്ത അത്രയും ഗംഭീരമായ രീതിയിലുള്ള ഒരു പ്രയാണം സാധിക്കുമെന്നും ഡോക്ടർ CV രാമൻ ഇവിടുത്തെ യുവാക്കളോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു ദേശീയ ഒരു രാഷ്ട്ര ചൈതന്യ നിരതനായ ജീവിതം നയിച്ച ഡോക്ടർ CV രാമൻ്റെ അടുത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു, പലരും അദ്ദേഹത്തെ പണ്ഡിറ്റ് നെഹ്റു എന്ന് പറയാറുണ്ട്, ഞാൻ നെഹ്റു എന്ന് മാത്രം പറയാം. നെഹ്റു ഡോക്ടർ CV രാമനോട് പറഞ്ഞു അത്രേ, I would like to offer you the Vice Presidentship of India. ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതിയുടെ
പദവി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് CV രാമൻ തിരിച്ചു പറഞ്ഞത്, വാട്ട് ഷുഡ് ഐ ഡു വിത്ത് ദാറ്റ് ഷിപ്പ്, ഞാൻ ആ ഷിപ്പ് കൊണ്ട് എന്ത് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത്. വൈസ് പ്രസിഡന്റ് ഷിപ്പ് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരസ്കരിച്ച ലോകത്തിലെ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ, ഏതാണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ ആത്മാഭിമാനവും രാഷ്ട്രസ്നേഹവുമുള്ള ഒരു ശാസ്ത്രജ്ഞനായ ഡോക്ടർ CV രാമൻ, അറിയപ്പെടുന്ന ശാസ്ത്ര സംഭാവനകൾ നടത്തിയ വ്യക്തി, കടലിലൂടെ പോകുമ്പോൾ കടലിലെ നീലനിറം എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന തൻ്റെ ആ കൗതുകം അതൊന്ന് തെളിയിക്കാൻ വേണ്ടി ഗവേഷണം ആരംഭിച്ച് ലോകത്തിന് രാമൻ സ്പെക്ട്രോസ്കോപ്പിയും CV രാമൻ ഇഫക്റ്റും ഈ ഫെബ്രുവരി മാസം 28-ാം തീയതി അദ്ദേഹം സംഭാവന ചെയ്യുകയുണ്ടായി. നോബൽ സമ്മാനം വാങ്ങിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മദ്യപിക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ്. ആ മദ്യം കയ്യിൽ കൊടുത്തപ്പോൾ ഡോക്ടർ CV രാമൻ പറഞ്ഞു, എൻ്റെ ധർമ്മവും എൻ്റെ സംസ്കാരവും മദ്യപിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പലരും പറയുകയുണ്ടായി അത്രേ, വാട്ട് വിൽ ഹാപ്പൻ വെൻ ലൈറ്റ് പാസസ് ത്രൂ ആൽക്കഹോൾ that could be understood through CV Raman spectroscopy, whereas what will happen when alcohol passes through Dr. CV Raman, that is yet to be known. അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. പ്രകാശം ആൽക്കഹോളിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഡോക്ടർ CV രാമൻ സ്പെക്ട്ര ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പക്ഷെ ആൽക്കഹോള് CV രാമനിലൂടെ കടന്നുപോയാൽ എന്ത് സംഭവിക്കും എന്ന് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ആ തമാശ വരിക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് ഡോക്ടർ CV രാമൻ പറഞ്ഞു, നത്തിങ് വിൽ ഹാപ്പൻ. ഇഫ് സംതിങ് വുഡ് ഹാവ് ഹാപ്പൻ, ഇറ്റ് വുഡ് ഹാവ് ബീൻ ഹാപ്പൻഡ് earlier even though I never take liquor എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഒരു ലഹരിയായിരുന്നു അദ്ദേഹത്തിന് ഗവേഷണം. അപ്പോൾ ഈ ലഹരിയേക്കാൾ വലിയൊരു ലഹരി ഗവേഷണം നടത്തിയിട്ടും എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ ലഹരി കഴിച്ചാലൊന്നും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന അർത്ഥത്തിൽ ഡോക്ടർ CV രാമൻ പറയുകയും ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം മാത്രം കഴിക്കുകയുമാണ് ഉണ്ടായത്. അതായത് ഒരു ശാസ്ത്രമണ്ഡലത്തിൽ ഇത്രയും ഉയർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാവരും മദ്യപിക്കുന്ന വൈൻ കുടിക്കുന്ന ഒരു ശാസ്ത്ര സമൂഹത്തിൽ താൻ തൻ്റെ ധർമ്മബോധം കൊണ്ട് തൻ്റെ തനതായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള വ്യക്തിത്വം നിലനിർത്തണമെന്ന് കൂടി ലോകത്തെ ബോധിപ്പിച്ച ആ ശാസ്ത്രജ്ഞൻ ഡോക്ടർ CV രാമനെ ഇന്ന് നമ്മൾ ഓർമ്മിക്കണം. ഓർമ്മിച്ചാൽ മാത്രം പോരാ, എനിക്ക് ഈ യൂട്യൂബിലൂടെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ നാടിൻ്റെ സയൻറ്റിഫിക് ഹെറിറ്റേജ്, അത് നമ്പർ സിസ്റ്റം, ഭൂതസംഖ്യ ആയാലും കടവയാതി നമ്പർ സിസ്റ്റം ആയാലും നൂറുകണക്കിന് തിയറങ്ങൾ ഭാരതത്തിൽ വികസിപ്പിച്ചതായാലും അതിലെ കുറേയെല്ലാം നമ്മൾ പഠിക്കണം. അത് പഠിക്കുന്നത് ആത്മാഭിമാനം ഉണ്ടാക്കാൻ, ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തിൻ്റെ ശാസ്ത്ര സംഭാവനകൾ സമർപ്പിക്കാൻ, ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള അറിവുകൾ അതിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ, ഇങ്ങനെ 3 കാര്യത്തിന് നമ്മുടെ നാടിൻ്റെ പൈതൃകം പഠിക്കണം. അസാധാരണമാം വിധത്തിൽ ലോകം ഭാരതീയ പൈതൃകത്തിലേക്ക് കണ്ണും നട്ടി 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മൾ. ഇന്ന് ഇവിടുത്തെ ബുദ്ധിജീവികളും ഇവിടുത്തെ ചിന്തകരും ഇവിടുത്തെ ഇടതുപക്ഷക്കാരും ഇവിടെ പറയുന്ന നിരീശ്വരവാദികളും ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പരിധിക്കപ്പുറം ഒന്നും നമ്മുടെ പൈതൃകത്തെയും ഹിന്ദു ധർമ്മത്തെയും അവഹേളിക്കാറില്ല. കാരണം അവർക്ക് ഏതാണ്ട് ബോധ്യമായി, നമ്മുടെ നാട്ടിൽ ഇവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കുറേ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും മാത്രമൊന്നും അല്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷെ അത് മാത്രമൊന്നുമല്ല, അതിൻ്റെ 10 കോടി ഇരട്ടി ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള അറിവുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളും പുരോഗമനവാദികളും യുക്തിവാദികളും നിരീശ്വരവാദികളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അംഗീകരിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ ഇനി അവരെ കൊണ്ട് പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യിക്കാൻ, അവരെ കീഴടക്കാൻ ഈഗോ ഉള്ള ഇടതുപക്ഷക്കാരെ ഒന്നും നമുക്കൊന്നും ചെയ്യണ്ട. തുറന്ന മനസ്സുള്ളവരെ ഒന്ന് കീഴടക്കാൻ നിങ്ങളെ പോലെയുള്ളവർ കുറേയെങ്കിലും പഠിക്കണം. ഇതിനിടയ്ക്ക് കുറേ യുവാക്കള് ഭാരതീയ പൈതൃകത്തെയും ദേശാഭിമാനത്തെയും ഒക്കെ അവഹേളിക്കാറുണ്ട്.
ഞാൻ നേരത്തെ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു. അതൊക്കെ ഗതികേട് കൊണ്ട് മാത്രം ആ മാതാപിതാക്കൾക്ക് അങ്ങനെയുള്ള മക്കൾക്ക് ജന്മം നൽകേണ്ടി വന്നതാണ്. അതങ്ങ് വിട്ടുകളയാം. അതിന് പ്രായശ്ചിത്തം ആ മാതാപിതാക്കൾ ചെയ്യട്ടെ. നാടിനെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന മക്കളുടെ മാതാപിതാക്കളാവേണ്ട ഗതികേടുണ്ടായ മാതാപിതാക്കൾ അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യട്ടെ. നമുക്ക്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സയൻറ്റിഫിക്കലി, ലോജിക്കലി ആൻഡ് റാഷണലി ആക്സെപ്റ്റബിൾ ആൻഡ് അപ്രൂവബിൾ ആയിട്ടുള്ള നമ്മുടെ ശാസ്ത്ര പൈതൃകം അത് നിങ്ങൾ പഠിക്കണം. പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ തയ്യാറാണ്. അത് പുസ്തകങ്ങളായിട്ടും മെമ്മറി കാർഡുകളായിട്ടും പെൻഡ്രൈവുകളായിട്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വിഷയങ്ങളിൽ ഫ്രീ ഡൗൺലോഡബിൾ ആയിട്ടും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളായിട്ടും ഫേസ്ബുക്കിലൂടെ കൊടുക്കുന്ന കാര്യങ്ങളായിട്ടും നമുക്ക് പഠിക്കാൻ സാധിക്കണം. ഒരല്പം പഠിച്ചാൽ മതി. നമ്മളുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം അല്ലെങ്കിൽ മേജർ പാർട്ട് ഓഫ് ദി ടൈം അതൊന്നും അതിലേക്ക് മാറ്റി വെക്കേണ്ട. നമ്മുടെ പൈതൃകത്തിൻ്റെ, ഗണിതശാസ്ത്രത്തിൻ്റെ പൈതൃകം, കുറേ അധികം ജ്യോതിശാസ്ത്രത്തിൻ്റെ, ജ്യോതിഷമല്ല ഞാൻ പറഞ്ഞത്, അസ്ട്രോണമി, അതുപോലെ കുറേ മെറ്റലർജി, അതുപോലെ തന്നെ നമ്മളുടെ സിവിൽ എഞ്ചിനീയറിംഗ് മാർവല്, ഭാരതത്തിലെ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി, അതുപോലെ നമ്മുടെ സിറാമിക്സ് ആൻഡ് ഗ്ലാസിൻ്റെ ടെക്നോളജി, നമ്മുടെ മിനറൽസ് ആൻഡ് മെറ്റൽസിൻ്റെ ടെക്നോളജി, ഏത് വിഷയമാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അത് പഠിച്ച് ആയുർവേദമോ അല്ലെങ്കിൽ വേദമന്ത്രങ്ങളുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റോ ഭാരതീയ പൈതൃകത്തിൽ നിന്ന് ലോക ജനത സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആയുർവേദമോ യോഗയോ പ്രാണായാമമോ ഏതായാലും വിരോധമില്ല. ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ചാൽ മാത്രം പോരാ. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം എന്നാ പറയുക. പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും കൂടി വേണം. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളത് ചെയ്യുമെന്ന്. ഇനി ഇത് സാധിച്ചില്ലെങ്കിൽ, ശാസ്ത്രമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരല്ല നിങ്ങളെങ്കിൽ, രാമായണത്തിലെ സന്ദേശങ്ങളും ജീവിതാനുഭവങ്ങളും മാത്രം പഠിക്കുക, അല്ലെങ്കിൽ മഹാഭാരതത്തിലെ സന്ദേശങ്ങളും ജീവിതാനുഭവങ്ങളും മാത്രം പഠിക്കുക, അല്ലെങ്കിൽ വേദത്തിലെ ഒരു 10-200 സന്ദേശങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ പുരാണത്തിലെ കഥകളാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിലെ കുറേ സന്ദേശങ്ങളും ജീവിതാനുഭവങ്ങളും കഥകളും പഠിച്ച് മറ്റുള്ളവരുടെ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ ഈ ദേശീയ ശാസ്ത്ര ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംസ്കാരം അത് സംരക്ഷിക്കാനും വളർത്താനും പ്രചരിപ്പിക്കാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ ലോകത്തിലെ മറ്റാരെങ്കിലും അത് ചെയ്യുമെന്ന് ധരിക്കരുത്. ഇവിടെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വേർതിരിച്ച് തമ്മിലടിപ്പിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, BJPക്കാരുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ മതത്തെയും ജാതിയെയും ഉപയോഗിക്കുന്നവർ സത്യസന്ധമായിട്ട് വിമർശിക്കാനും സത്യസന്ധമായിട്ട് തെറ്റുകൾ ഏത് മതത്തിലുണ്ടെങ്കിലും ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്താനും പറ്റിക്കലും ചതിക്കലും വഞ്ചിക്കലും ഇല്ലാതെയാക്കാനും ശാസ്ത്രവും ബുദ്ധിയും യുക്തിയും നമ്മുടെ കൂട്ടത്തിൽ വേണം. അത് ഏത് മതത്തിൽ നിന്നൊന്നും നോക്കരുത്. അത് നന്മയിൽ എവിടെയുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ CV രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ച ഈ ദിവസം നമുക്ക് പൂർണ്ണമായിട്ടും ആചരിക്കാനും ആഘോഷിക്കാനും നമ്മുടെ പൈതൃകത്തിലും രാഷ്ട്രസ്നേഹത്തിൻ്റെ ദേശീയതയുടെ പടവിലൂടെ നടക്കാനും ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.